ഹായ് ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റുള്ള തലശ്ശേരി ദം ബിരിയാണിയാണ് ഇന്നുണ്ടാക്കുന്നത്. മുട്ട വെച്ച് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 കിലോ അരിയുടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു 5 പേർക്ക് കഴിക്കാൻ പറ്റും. ആദ്യത്തെ സ്റ്റെപ്പ് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി 6 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 5 സവാള, 3 തക്കാളി, ഒരു 10 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയിലയും പുതിനയും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ്: 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും വേണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഗ്യാസിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കാം. ഇതൊന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളിയും കൂടി ആഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഇതൊന്ന് വാടി വരുന്നത് വരെ മൂടി വെക്കാം. ഇനി ചേർക്കാനുള്ളത്: ഒരു വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 10 പച്ചമുളക്. ഇതെല്ലാം ചതച്ചിട്ടാണ് ചേർക്കേണ്ടത്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടി വീണ്ടും മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ചേർക്കാനുള്ളത് 3 ടേബിൾ സ്പൂൺ തൈരാണ്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ മുട്ട പൊരിച്ചെടുക്കാം. ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തത്. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി കുഴച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. മൂടി വെച്ച് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. മുട്ട പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ മുട്ട മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ മസാലയിൽ ആവശ്യമുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ചിക്കൻ മസാലയും ഉണ്ടാക്കേണ്ടത്. മുട്ട ഇടുന്നതിന് പകരം ചിക്കൻ ഇട്ട് കൊടുക്കാം. മീൻ മസാലയും മട്ടനൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുന്നതിൽ മാറ്റമുണ്ടാകും. ചിക്കൻ മസാല ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 100 ഗ്രാം നെയ്യ്, 100 ഗ്രാം ഓയിൽ, ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് റോസ് വാട്ടർ, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, 1 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് മല്ലിയിലയും പുതിനയിലയും. ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടിയും ചേർത്ത് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുക്കണം. ഇനി ഇതിൽ ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ്. ഏലക്ക, പട്ട, ഗ്രാമ്പും ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വന്ന വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഏത് പാത്രത്തിലാണോ നിങ്ങൾ അരി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ 1.5 വെള്ളം എടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മൂടി വെക്കാം. ഇതൊന്ന് തിളച്ച് വരണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ അരി ഇട്ട് കൊടുക്കാം. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കി ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണം.
വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലാക്കി പുതിന മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും നെയ്യും കൂടിയും ചേർത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെക്കണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ദമ്മിടണം. അതിനു വേണ്ടി നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയിൽ കുറച്ച് പുതിന മല്ലിയിലയും ഗരം മസാലയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി വേണ്ടത് മസാലയുടെ വെള്ളമാണ്. ഞാൻ കളർ യൂസ് ചെയ്യാറില്ല. അതിന് പകരം മസാലയുടെ വെള്ളം ഇതുപോലെ എടുത്ത് വെക്കണം. പിന്നെ നാരങ്ങയുടെ നീരും വേണം. ഇനി ദമ്മിടാം. ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായി മസാല വെച്ച് കൊടുത്ത് ഇതിലേക്ക് വറുത്ത് വെച്ച ഉള്ളിയിട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് കുറച്ച് നാരങ്ങാ നീര്, മസാലയുടെ വെള്ളം, വറുത്ത് വെച്ച ഉള്ളി, കുറച്ച് നെയ്യ്, വീണ്ടും ചോറ് ചേർത്ത് ചോറ് തീരുന്നത് വരെ ലെയറായി ഇതുപോലെ ഇട്ട് കൊടുക്കണം. ദോശക്കല്ല് അടിയിൽ വെക്കുന്നത് കൊണ്ട് ഒട്ടും കരിഞ്ഞു പോവാതെ മസാല കിട്ടും. ഇനി ഇത് 15 മിനിറ്റ് ഒട്ടും ആവി പോവാതെ ലോ ഫ്ലെയിമിൽ മൂടി വെക്കണം. പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. മുകളിലിട്ട മല്ലിയിലൊക്കെ വാടി വന്നിട്ടുണ്ട്. സാധാരണ ബിരിയാണിയിൽ ചെയ്യുന്നത് പോലെ മുകളിലുള്ള ചോറ് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചോറ് നന്നായി മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി അങ്ങനെ അധികം ആരും ഉണ്ടാക്കാറില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്.